42-ാം ദശകത്തിലെ 5-ാമത്തെ ശ്ലോകത്തില് വണ്ടി എങ്ങനെ തകർന്നു എന്നുള്ളതാണ് എല്ലാവരും ആശ്ചര്യപ്പെടുന്നത്. കസ്കോനു കൗതസ്കുതയേഷ വിസ്മയോ വിശങ്കടം യച്ഛകടം വിപാടിതം ന കാരണം കിഞ്ചിദികേതി തേ സ്ഥിത സ്വനാസികാദത്തകരാസ്തുദീക്ഷകാഃ. ഇതെന്തൊരു അത്ഭുതമാണ്! ഇതെന്തുകൊണ്ടാണ്, എവിടെ നിന്നുണ്ടായി ഈ വലിയ വണ്ടി തകർന്നതെങ്ങനെ? ഒരു കാരണവും കാണുന്നില്ലല്ലോ എന്നിങ്ങനെ വിചാരിച്ച് നിന്തിരുവടിയെ കണ്ട അവർ മൂക്കിൽ വിരൽ വെച്ചുപോയി. വലിയ ശബ്ദം കേട്ട് ഓടി വന്ന ആളുകള് കണ്ട കാഴ്ച തകർന്നു കിടക്കുന്ന വണ്ടിയും അടുത്ത് മകനെ വാരിപ്പുണർന്ന് നിൽക്കുന്ന യശോദയുമാണ്. വലിയ ശബ്ദത്തിന് കാരണം വണ്ടി തകർന്ന് തരിപ്പണമായതാണെന്ന് കാണുന്നു. ശരിയല്ലേ? ഇത്രയും വലിയ വണ്ടി എങ്ങനെ തകർന്നു? അടുത്ത് കിടക്കുന്ന ഈ പിഞ്ചു കുഞ്ഞാണോ ഇത് തകർത്തത്? ചിന്തിക്കാൻ പോലും കഴിയില്ല അല്ലേ? പിന്നെ എങ്ങനെ ഇത് സംഭവിച്ചു എന്നെല്ലാം ചിന്തിച്ച് വന്നവർ ആശ്ചര്യം മൂലം മൂക്കിൽ വിരൽ വെച്ച് പോയി. നിന്തിരുവടിയെ നോക്കി അവർ അത്ഭുതത്തോടെ നിന്നു. ഇതിനു മുമ്പുണ്ടായ പൂതനയുടെ വധവും അവർ ചിന്തിച്ചിരിക്കാം അല്ലെ? കസ്കോനു കൗതസ്കുതയേഷ വിസ്മയോ വിശങ്കടം യച്ഛകടം വിപാടിതം ന കാരണം കിഞ്ചിദികേതി തേ സ്ഥിതാ സ്വനാസികാദത്ത കരാസ്തുദീക്ഷകാഃ.